ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സമയം 4:20 രാവിലെ. ഓഫ് കോഴ്സ് നോമ്പാണ്. അപ്പോൾ ഇതെൻ്റെ അവസാനത്തെ നോമ്പായിരിക്കും ഇവിടെ നിന്ന്. നോട്ട് ഇൻ ബാംഗ്ലൂർ. ഞാൻ വർക്ക് ചെയ്യുവാണെങ്കിൽ ബാംഗ്ലൂർ ഉണ്ടാവും, ബട്ട് ഈ സ്ഥലത്തുനിന്ന് എൻ്റെ അവസാനത്തെ നോമ്പാണ്. അപ്പോൾ ഐ തോട്ട് വൈ നോട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാമല്ലോ, നമുക്ക് കുറേ കാലം കഴിഞ്ഞ് ഓർക്കാമല്ലോ എന്ന്. അപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് അത്താഴത്തിന് ഫുഡ് പറഞ്ഞിട്ടുണ്ട്. അവരാണ് യൂഷ്വലി കൊണ്ടുവന്ന് തരാറ്. അപ്പോൾ ഞാൻ അതിന് വെയിറ്റിംഗ് ആണ്. അപ്പോൾ എക്സാം ഉണ്ട്, 9 മണിക്ക് എക്സാമും ഉണ്ട്. അപ്പോൾ എക്സാമിനും പോകണം. ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ ഇരുന്ന് പഠിക്കുക, അതാകുമ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നിസ്കരിച്ചിട്ട് ഉറങ്ങാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ 4 മണിക്ക് അലാമൊക്കെ വെച്ച് എണീറ്റു. ഇനി ഫുഡ് വരണം, കഴിക്കണം. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാനാണെങ്കിൽ ഇന്നലെ ഉറങ്ങാൻ ലേറ്റായി, 1 മണിയായി. സോ സ്ലീപ്പ് സ്കെഡ്യൂൾ ഫുള്ള് മറ്റേ അവിയൽ പോലെയാണ്, നോമ്പും ഈ എക്സാമും എല്ലാം ആയിട്ട്. അപ്പോൾ ഇന്നത്തോടെ എൻ്റെ 3rd സെമ്മിൽ എക്സാമും കഴിയാണ്. അപ്പോൾ എൻ്റെ 3rd സെമ്മും ഇന്നത്തോടെ ഒഫീഷ്യലി കഴിയാണ്. അപ്പോൾ അതെല്ലാം ഇന്നൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് സീ എ ഡേ ഇൻ മൈ ലൈഫ് ഇൻ റമദാൻ. I know my hair looks messy, but let's see. വെജ് ചോറും സാലഡും ആണ്. നമ്മൾ കാണുന്നുണ്ടോ ഇത്രയ്ക്ക് ഞാൻ കഴിക്കുമെന്ന് ചോദിച്ചാൽ മുട്ട ഉണ്ട് കേട്ടോ. എഗ് റൈസ് കഴിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ മാക്സിമം കഴിക്കണമല്ലോ, കാരണം പിടിച്ച് നിൽക്കണ്ടേ. സോ ഗൈസ്, ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇത്രയും ഫുഡ് ബാക്കിയാണ്. സമൂഹത്തിൽ 2 ആൾ കഴിക്കാനുള്ള ഫുഡ് അത്രയും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഞാൻ റൂംമേറ്റ്സിന് കൊടുക്കും, ഫുഡ് വേസ്റ്റ് ആവില്ല. ഇന്നൊരു വെജ് റൈസ് ആയിരുന്നു, കഴിച്ചു. പിന്നെ ലൈം ഡേറ്റ്സ് കഴിച്ചു. എനിക്ക് വീട്ടിൽ മറ്റേ ഈത്തപ്പഴം കാരയ്ക്കും ഇടാൻ വേണ്ടി സെപ്പറേറ്റ് ബോക്സസ് ഉണ്ടാവും. ഇപ്പോൾ കണ്ടോ ഇങ്ങനെയായി. എന്തൊക്കെ പറഞ്ഞാലും വീട്ടിലെ നോമ്പ് എത്രയൊക്കെ അവിടെ സൗകര്യങ്ങളുണ്ടായാലും എന്തൊക്കെയായാലും വീട്ടിൽ നോമ്പെടുക്കുന്ന സുഖം വേറെ. ഞാൻ ഇങ്ങനെ പക്ഷേ ഇതിലൊക്കെ ഈ കവറിലൊക്കെ ഇട്ട് കഴിക്കുന്നതാണെന്ന് എനിക്കെന്തോ വീട് ഭയങ്കര മിസ് ചെയ്തു. വീട്ടിൽ ഇങ്ങനെ ബോക്സ് മീൻസ് ബോക്സ് അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഹോർലിക്സിൻ്റെ കുപ്പിയോ ബൂസ്റ്റിൻ്റെ കുപ്പിയോ ഒക്കെ ഉണ്ടാവും, അതിങ്ങനെ തുറന്ന് കഴിക്കലായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം എന്താ പറഞ്ഞു വന്നത്, 5 മണിയാവാനായി. 5:25 ബാങ്ക്. നെയ്യത്ത് വെച്ചു. ഇനി വെള്ളം കുടിച്ച് തീർക്കണം, കാരണം വെള്ളം കൊണ്ടാണ് ഞാൻ സർവൈവ് ചെയ്യാറ്. അതിൻ്റെ ഉള്ളിൽ എനിക്കിത് പഠിക്കണം, 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ. സമയം ഞാൻ പഠിച്ചതാണ്, പക്ഷെ ഞാൻ ഷോർട്ട് നോട്ട് എഴുതിയില്ല, ഞാൻ ജസ്റ്റ് വായിച്ച് വിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഷോർട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്, കാരണം ഷോർട്ട് നോട്ട്സ് വെച്ചാണ് ഞാൻ ഇപ്പോൾ എക്സാമിന് മുമ്പ് എനിക്ക് ഷോർട്ട് നോട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടും. ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയില്ല. ഐ മീൻ പ്രാക്ടിക്കലാണ്, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേഗം ചെയ്ത് തീർക്കണം, കാരണം സ്കെച്ച് കഴിഞ്ഞാൽ നേരെ കിടത്താം, നമ്മൾ പഠിക്കില്ല. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം 8:25 ഞാൻ എണീറ്റ് കോളേജിൽ പോകാൻ റെഡിയായി. അൻവി വന്നു. ആൻഡ് അമ്മയ ഇവിടെ കുക്കിങ്ങിലാണ്, അവൾക്ക് ലഞ്ച്. അവളിവിടെ അവൾക്ക് 9 മണിക്ക് ക്ലാസ് ഉണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇവിടെ എന്തൊക്കെയുണ്ട്. നോമ്പായതുകൊണ്ട് നമ്മൾ അധിക സമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മാറാം. പിന്നെ അൻവി ഇവിടെ ഉറങ്ങുന്നു. നമുക്ക് അൻവിനെ പിന്നെ കാണിച്ചു തരാം. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കോളേജിൽ പോവാണ്. നല്ല വെയിലാണ്. ഈ നോമ്പിന് വെയിലും നോമ്പ് ആൻഡ് വെയിൽ ഇസ് നോട്ട് എ വെരി ഗുഡ് കോമ്പിനേഷൻ. ബട്ട് യാ, സോ ലെറ്റ്സ് ഗോ. വേദനിച്ച് നീ എൻ്റെ കണ്ണാടി ഇതാക്കിയേ. ഗൈസ് ഇവിടെ
ഇതെങ്ങനെയാ ആക്കണ്ടേ? ഇതിൻ്റെ ഇടയിലോട്ട് കൺപീല് കൊണ്ടുവരണം. ഇച്ചിരി ഇപ്പുറത്തോട്ട് ഫുള്ളാക്ക്. ആ എന്നിട്ട് കൊണ്ടുവന്നു. ഇനി ഇച്ചിരി പ്രസ്സാക്കങ്ങോട്ട് ആക്കിക്കോ. ഇതിനാണ് ഇവിടെ എൻ്റെ കണ്ണെടുത്തതാക്കി ഗൈസ്. ഓക്കെ, സോ ഡിഫറൻസ് അറിയാം. കണ്ണട വെക്കുമ്പോൾ ഇതൊന്നും അറിയാൻ പോകുന്നില്ലല്ലോ. സോ ഗൈസ്, നമ്മൾ കന്യാകുമാരിനെ വിളിച്ചിരിക്കുന്നു. കാരണം എനിക്ക് നോമ്പെടുത്ത് നടക്കാൻ വയ്യ. ബാക്കിലൊരാൾ പപ്പായ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ റൂമിൽ തന്നെ ഇതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ കോളേജിൽ നടന്നു പോകണം. സ്കൂളിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, സീ യു ഗൈസ്. കോളേജിലെത്തിയിട്ട് കാണാം. ബൈ ബൈ. സോ ഗൈസ്, പപ്പായ കഴിച്ച് ഏതോ കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ച് എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയെ എന്തൊരു കഷ്ടമെന്ന് പറയാം. ക്ലിപ്പെല്ലാം താഴെയിട്ട് നമ്മൾ സക്സസ്ഫുള്ളി കോളേജ് എൻട്രി ആയിരിക്കുന്നു. ഇവൾക്ക് 9 ക്ലാസ്. 9 കഴിഞ്ഞു. സമയം 9:07. മൈ ഗോഡ്. ഇനി ക്ലാസ് കേട്ടു കുളിച്ചോണ്ടാ തോന്നുന്നത്. ഒരു ഐശ്വര്യം ഉണ്ട്. ഞാൻ കുളിക്കാണ്ട് കഴിച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ നമ്മൾ കോളേജിലെത്തി. സീരിയസ് ആയിരുന്നു പഠിക്കുന്നു. അവരൊക്കെ അവിടെ സീരിയസ് ആയിരുന്നു പഠിക്കുമ്പോൾ ഞങ്ങളിവിടെ ഗൈസ് എൻ്റെ സബ്ജക്റ്റ് എത്തിയിരിക്കുന്നു. ഇതാണ്. അയ്യോ, ഫോക്കസ് ആണല്ലോടാ. എക്സ്റ്റേണൽ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ പിന്നെ എനിക്കൊരു കമ്പനിക്ക് വിളിച്ചത്. ഇതാണ് എൻ്റെ സബ്ജക്റ്റ്. എൻ്റെ സബ്ജക്റ്റിന് പ്രത്യേക തരം കഴിവുകളുണ്ട്. ഞാൻ ഇത് പ്രകാശ് രാജിൻ്റെ സൗണ്ട്. ഇനി മറ്റേ മൊട്ടൻ്റെ സൗണ്ട്. ഇനി ഞങ്ങൾ വിചാരിച്ച ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കണം. പറ്റുന്നില്ല. ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് വെച്ചാൽ നീ നേരെ നോക്കൂലേ? സൈഡിൽ വന്നോളൂ. ആറ്റിറ്റ്യൂഡ് വെച്ചാൽ ഇവരൊക്കെ വെച്ച് ഞാൻ സബ്ജക്റ്റ് ആക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ? ഐറ്റിഐ നോക്കില്ലേ എഴുതുമ്പോ? സബ്ജക്റ്റ് ആയിട്ട് എഴുതുമ്പോ നോക്കല്ലേ? സബ്സ്ക്രൈബ് എന്നാ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്തുള്ള ബെല്ല് സോ ഗൈസ്, നമ്മൾ നോമ്പ് തുറക്കാൻ പോവാണ്. ഒരു വർഷത്തിന് ശേഷമാണ് റിസാനൻ്റെ കൂടെ നോമ്പ് തുറക്കുന്നത്. റിസാന വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒന്നുമില്ല, ഞങ്ങൾ നടന്ന് മടുത്ത്. റിസാനെ കാണിച്ചിട്ടാ. അടുത്ത കടയിൽ വന്നു. സമോസ കഴിക്കുകയാണ്. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സീറ്റ് കിട്ടി, അതുകൊണ്ട് സമാധാനം. ഒരാൾ നന്നാരി സർബത്ത് ഓർഡർ ചെയ്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കിൽ ഒരു ഫേവറേറ്റ് കണക്കന്നെ. ഗൈസ്, നമ്മൾ തിരിച്ച് റൂമിലെത്തി. നോമ്പെല്ലാം തുറന്ന് നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ ഒരാൾക്ക് തലയ്ക്കെന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ എല്ലാവരും കാണിച്ചു തരാം. അപ്പോൾ അത്രയുള്ള ഗൈസ്, ബൈ. സീ യു ഇൻ നമ്മൾ ഫുഡ് കഴിക്കുന്നത് അവിടെ നിന്ന്. ഓക്കെ.
സബ്സ്ക്രൈബ് നമ്മൾ റോൾ ഓർഡർ ചെയ്തു. ഓക്കെ ബൈ. നമ്മൾ ഉപ്പിലിട്ട ക്യാരറ്റ് വാങ്ങിച്ചിരിക്കുന്നു. സോ ഗൈസ്, ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആസ് യൂഷ്വൽ ഞാൻ ഔട്ട്റോ എടുത്തിട്ടില്ല. എൻ്റെ കഴിഞ്ഞ വ്ളോഗിലും ഞാനിങ്ങനെ ഔട്ട്റോ എടുത്തില്ലായിരുന്നു. സോ അത്രയേ ഉള്ളൂ എൻ്റെ ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫ്രണ്ട്സ് എല്ലാം വന്നതുകൊണ്ട് വ്ളോഗ് കുറച്ച് എൻ്റർടൈനിങ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.